മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറി. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. വാർത്ത ഇങ്ങനെയാണ്: അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠൻ സസ്പെൻഷൻ. പറഞ്ഞവനെ കേട്ടോ വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച് നീയാ? ഞാൻ പറഞ്ഞിട്ടാ അവന്മാരിത് ചെയ്തു. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല. മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ആള് മാറിപ്പോയതാ. ആഞ്ജനേയ സ്വാമി. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു, പ്ലീസ്. ഇക്കാരന്റെ ഫോട്ടോയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട ഒരു മൊട്ടയടിച്ച ഒരു കുറ്റവാളിയെ പോലും തോന്നിക്കുന്ന ഒരു ഫോട്ടോ. ഇവര് കൃത്യമായിട്ട് എങ്ങനെ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഫോട്ടോസ് ഒക്കെ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. മനോരമയ്ക്ക് അറിയാൻ വഴി കാണത്തില്ല. കാരണം മനോരമ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഏത് അപ്പത്താ തട്ടിപ്പാണല്ലേ. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വെടലയാണോ എന്തോ ഈ ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുന്നത്? റൂം എടുത്ത് താമസിക്കാൻ പോവാ. കയ്യിൽ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. വായന അറിയത്തില്ല. മണികണ്ഠൻ എന്നുള്ളത് മണിക്കുട്ടൻ എന്നായിരുന്നെങ്കിൽ നമ്മുടെ മറ്റേ മണിക്കുട്ടന്റെ ഫോട്ടോ വന്നേ ഈ സ്ഥാനത്ത്. അത് ഞാൻ പോകുന്നു. ബൈ ബൈ.